ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സ്വീറ്റ് കോൺ കൊണ്ടൊരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് സ്വീറ്റ് കോൺ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ഒരു മിക്സി എടുത്തിട്ട് അതിലോട്ട് ഒരു 5-8 ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു വെളുത്തുള്ളി മതിയാവും. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കോണില്ലേ, അത് ഇതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതും കൂടി ഈ ഒരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പില്ലേ, അതും കൂടി ഈ ഒരു മിക്സിയിലോട്ട് ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ദോശ ബാറ്ററാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലത്തെ ദോശമാവില്ലേ, അപ്പോൾ ദോശമാവ് ഉണ്ടാക്കുന്ന ദിവസം ഒരു ഇതും വാങ്ങി വെച്ചാൽ മതി, നമ്മുടെ സ്വീറ്റ് കോൺ. അപ്പോൾ നമ്മൾ എന്താണ് ഈ മിക്സിയിൽ അടിച്ചിട്ടുള്ള സ്വീറ്റ് കോണിൻ്റെ ആ മിക്സ്ചറില്ലേ, അത് ഈ ഒരു ദോശമാവിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് കോൺ ദോശ ബാറ്റർ ഈസ് റെഡി. സോ ഇനി നമുക്ക് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒരു പാൻ എടുത്തിട്ട് നെയ്യൊക്കെ ആക്കിയിട്ട്, നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ആയിട്ടാട്ടോ മോന് ഉണ്ടാക്കി കൊടുക്കാറ്. വലിയ ദോശയല്ല, കുഞ്ഞു കുഞ്ഞു ദോശ സാധനം ഉണ്ടാക്കി കൊടുക്കാറ്. പിന്നെ നെയ്യൊക്കെ മേലെയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ദോശയിൽ ഞാൻ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരു വയസ്സ് വരെ നമ്മൾ ഉപ്പൊന്നും കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടാക്കി ചെന്നപ്പോഴേക്ക് എൻ്റെ കുട്ടി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വലിയവർക്കും ഉണ്ടാക്കി കഴിക്കാം, കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാൻ ചട്നി ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, മോൻ നല്ല ഉറക്കണം. അപ്പോൾ അവൻ ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് ഞാൻ ഫുഡ് കൊടുത്തത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.